അനൂസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് ഇടുന്നത്. പാലില്ലാണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അമൃതം പൊടി 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. അതുപോലെ ചൂടാക്കിയെടുത്ത അമൃതം പൊടിയാണിത്. 2 മിനിറ്റ് മതി. ഇതിലോട്ട് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മതി. അളവ് ഞാൻ പറയുന്നില്ല. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം നമ്മുടെ അമൃതം പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. ഇതിലോട്ട് ഒരു പാളയംതോടം പഴം ഇട്ട് കൊടുക്കുകയാണ്. അരയ്ക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി മുറിച്ചിട്ടുന്നേ ഉള്ളൂ. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നാളികേരം ചിരകിയതാണ്. ഒരു പിടി നാളികേരം ചിരകിയത് എടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചോക്ലേറ്റിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന അമൃതം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആ കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പാൽപ്പൊടിയാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇടേണ്ട. ഒരു ടേസ്റ്റാണ് പാൽപ്പൊടി ഇട്ടാൽ. നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി ഉപയോഗിച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് പാലില്ലാണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുകയാണ്. അപ്പം ഞാനിതിനെ ഒരു ചെറിയൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാഷ്നട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് മുകളിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അധികം ആയി പോകരുത് കോഫി പൗഡർ. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇത് കഴിക്കാൻ നേരത്ത് ഒന്ന് ഇളക്കിയിട്ട്, കോഫി പൗഡർ ഇച്ചിരി കയ്പുണ്ടാവുമല്ലോ നമുക്കറിയാം, അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഒന്നും കൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്